നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവ് ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാൽ അടക്കമുള്ളവർ ഷെയർ ചെയ്തിരുന്നു. റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റിയ, കഴിഞ്ഞ ദിവസമാണ് ഫിലിം ചേംബർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ആന്റണി പെരുമ്പാവൂരിന് നൽകുന്നത്. ഒരുപക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചെടുത്താണ് ആന്റണി പെരുമ്പാവൂർ ഈ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറാകുന്നത്. എപ്പോഴാണ് പോസ്റ്റ് പിൻവലിച്ചത്? പറയൂ വിവരങ്ങൾ. അക്ഷയ, അല്പസമയം മുമ്പാണ് ആന്റണി പെരുമ്പാവൂർ താനിട്ട വിവാദ പോസ്റ്റ് പിൻവലിച്ചത്. കാരണം ജി സുരേഷ് കുമാർ ഔദ്യോഗികമായി സംഘടനയെ പ്രതിനിധീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ സമരം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്റെ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. അതിനെതിരെയാണ് അത് എണ്ണി പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് FBയിൽ ഇട്ടത്. അത് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ, ബേസിൽ അടക്കമുള്ള ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആന്റണി പെരുമ്പാവൂരിന് ഫിലിം ചേംബർ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ഒരു നോട്ടീസ് നൽകുകയും ചെയ്തത്. 7 ദിവസത്തിനകം പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം, കാരണം രേഖാമൂലം സംഘടനയെ വിശദീകരിക്കണം, ഇതായിരുന്നു നിർദ്ദേശം നൽകിയത്. അതിനുശേഷം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഒരു ചർച്ചയിലേക്ക് പോകുന്നു എന്ന സൂചനയുണ്ടെങ്കിലും ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ്, ഫിയോക്കിന്റെ പ്രസിഡന്റ്, നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റായ ആന്റോ ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും കാര്യങ്ങൾ സംസാരിച്ചത്. അങ്ങനെ ഒരു മഞ്ഞുരുകൽ ഇന്നലെ സംഭവിക്കുകയായിരുന്നു. ഇതിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഷ്യം ഇതാണ്: എമ്പുരാനുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ നടത്തിയ ചില പ്രസ്താവനകൾ, കണക്കുകളൊക്കെ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പരസ്യമായി തനിക്കിടേണ്ട സാഹചര്യം വന്നതെന്നതാണ് ആന്റണി പെരുമ്പാവൂർ നിലപാട് സ്വീകരിച്ചത്. ജി സുരേഷ് കുമാർ ആകട്ടെ താൻ പറഞ്ഞത് അത്രയും സംഘടനയുടെ കാര്യങ്ങളാണ്. ഈ എമ്പുരാന്റെ കണക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നീട് മാധ്യമങ്ങളോടക്കം സംസാരിച്ചിട്ടുമുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ സംഘടന എടുത്ത തീരുമാനമാണ്. സമരപ്രഖ്യാപനം സംയുക്ത സംഘടനകളുടെ യോഗത്തിലെടുത്ത തീരുമാനമാണ്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുക മാത്രമാണ് താൻ ചെയ്തത്. പ്രതിഫല വിഷയവും അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ സംഘടനയുടെ തീരുമാനം മാത്രമാണ്. ആന്റോ ജോസഫ് അവധിയിൽ പോയതിനാൽ തന്നെ ഏൽപ്പിക്കുകയും താൻ അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിനെ പരസ്യമായി ചോദ്യം ചെയ്തതും അത് പിന്നീട് അഭിനേതാക്കൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തതും അത് നല്ല ഒരു കീഴ്വഴക്കമായിരുന്നില്ല എന്നതാണ് ജി സുരേഷ് കുമാർ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഈ നിലപാടിൽ ഇരുവരും ഉറച്ചു നിന്നതോടുകൂടി ആന്റോ ജോസഫ് അടക്കമുള്ളവർ കാര്യങ്ങൾ നെമ്മതിയിൽ പോകണമെന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും അങ്ങനെ ഇരു കൂട്ടരും ഒരു സന്ധ്യ സംഭാഷണത്തിന് തയ്യാറാവുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് ആന്റണി പെരുമ്പാവൂർ ആ പോസ്റ്റ് പിൻവലിച്ചത്. അതോടുകൂടി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് പരസ്യമായി രണ്ടഭിപ്രായം പറഞ്ഞിരുന്ന 2 പേർ അത് ഒരു രമ്യതയിൽ എത്തിയിരിക്കുന്നു. ഫിലിം ചേംബറിന്റെ നോട്ടീസിന് കൂടി ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകുമെന്നാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയായ സജി നന്ദ്യാട്ട് വ്യക്തമാക്കുന്നുണ്ട്, ഇത് സിനിമാ മേഖലയിലെ തർക്കവുമായി ഈ പോസ്റ്റ് വിവാദത്തിന് ബന്ധമില്ല. അത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്തെ പ്രശ്നമാണ്. ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്കിടയിലെ പ്രശ്നമാണ്. അവിടെ ഒരു അംഗം സംഘടനയ്ക്ക് വിപരീതമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നു, അതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകുകയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം റിയ പറഞ്ഞൊരു കാര്യം, സിനിമ നിർത്തണമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ സിനിമ നിർത്തുക തന്നെ ചെയ്യും, അതിനുള്ള വഴി ഞങ്ങൾക്കറിയാമെന്നുള്ളതാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ആന്റണി ഇത്തരത്തിൽ പോസ്റ്റ് പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ വലിയ രീതിയിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് നമ്മൾ ചിന്തിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുകയും മോഹൻലാൽ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളൊന്നടങ്കം ഇത് ഷെയർ ചെയ്യുകയോ ചെയ്തിരുന്നു. ആ പോസ്റ്റാണ് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ് പിൻവലിച്ചത് ഇത് നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന്റെ മഞ്ഞുരുകലിന്റെ ആ പ്രശ്നം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് കാണാൻ സാധിക്കുമോ? ഇവിടെ മറ്റൊരു തരത്തിൽ കൂടിയാണ് ഈ പ്രശ്നത്തെ കാണേണ്ടത്. അതായത് ഒരു സംഘടനയ്ക്കകത്തെ ഒരു സംഘടനാ അംഗം അതിന്റെ സംഘടനാ ചുമതലയുള്ള ജി സുരേഷ് കുമാർ പറഞ്ഞ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് പരസ്യമായി ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് അവിടെ ഒരു സംഘടനാ ചട്ടക്കൂടുകളുമായി ബന്ധപ്പെട്ട് ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഒരു അംഗം പോകുന്നു എന്നുള്ളതാണ് അവിടെ പ്രശ്നമായി ഉയർന്നു വന്നത്. അതിനെ ഫിലിം ചേംബർ അടക്കം എടുത്തു പറയുകയും ജി സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തതോടുകൂടി ആന്റണി പെരുമ്പാവൂരിന് ആ സംഘടനയുടെ ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതിനാൽ ആളുകളടക്കം ഇടപെട്ട് ആ പ്രശ്നം അവിടെ ഒരു രമ്യതയിൽ പരിഹരിക്കപ്പെട്ടു. അത് പരിഹരിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. മറ്റൊന്ന് അക്ഷയ ചോദിച്ചതുപോലെ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ആന്റണി പെരുമ്പാവൂർ ആ പോസ്റ്റിൽ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് അഭിനേതാക്കൾ മോഹൻലാൽ അടക്കമുള്ളവർ ഷെയർ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എടുത്തു ചാടിയുള്ള സമര പ്രഖ്യാപനം എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ്
ആന്റണി പെരുമ്പാവൂർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങളടക്കം മറ്റു ചില കുറച്ചധികം കാര്യങ്ങൾ ആന്റണി പെരുമ്പാവൂർ ആ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരുന്നു. ആ വിഷയങ്ങളൊക്കെ ഇപ്പോഴും സംഘടനയ്ക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അഭിനേതാക്കളുടെ സംഘടനയടക്കം പല കാര്യങ്ങളിലും അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളിൽ ഇപ്പോഴും രണ്ട് നിലപാടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ നമ്മൾ എടുത്തു കാണേണ്ടത് ഇനി വരും ദിവസങ്ങളിൽ പല പ്രൊജക്ടുകളും ഈ സംഘടനകളെല്ലാം ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് വരുന്ന ചില ചർച്ചകളടക്കം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന അമ്മയുടെ യോഗത്തിലടക്കം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. അവിടെ നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലിം ചേംബറുമായി ഒക്കെ ചേർന്നുകൊണ്ട് ചില സിനിമാ പ്രൊജക്ടുകൾ അടക്കം വരുന്ന കാര്യത്തിൽ ചർച്ചകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു രമ്യത അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമ സമരവുമായി ബന്ധപ്പെട്ടും പ്രതിഫല വിഷയത്തിലും രണ്ടഭിപ്രായം രണ്ട് സംഘടനകൾക്കിടയിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിലിം താരങ്ങൾക്കൊപ്പം ആകെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ ആന്റണി പെരുമ്പാവൂരാണ്. അതായത് ആ തരത്തിലൊരു ഇതൊക്കെ നടത്തിയത് ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇനിയിപ്പം അതായത് ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയുള്ള ആളാണ്. സംഘടന ആവശ്യപ്പെടുന്നതിലൂടെ പോസ്റ്റ് പിൻവലിക്കുന്നു, അത് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടോ കാര്യങ്ങൾ? ഇല്ല, സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിനൊരു ബന്ധവുമില്ല എന്നതാണ് ഫിലിം ചേംബർ അടക്കം വ്യക്തമാക്കുന്നത്. കാരണം സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ച് 5-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. 5-ാം തീയതിക്ക് മുമ്പായി നടക്കും. അത് ആദ്യഘട്ടത്തിലൊരു സൂചനാ സമരം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ ഈ പോസ്റ്റുമായി ഒരു ബന്ധവുമില്ല. കാരണം മാർച്ച് 5-ന് മുമ്പായി ഫിലിം ചേംബറിന്റെ ഒരു യോഗം വരുന്നുണ്ട്. ആ യോഗത്തിൽ എന്നാണ് സൂചനാ സമരം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. ആ സൂചനാ സമരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബറിൽ നിന്ന് ഒരു നോട്ടീസ് അടക്കം വാങ്ങണമെന്ന കാര്യം വന്നിരുന്നു. അത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട തർക്കമാണോ എന്ന ചില ചർച്ചകൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലും ഇപ്പോൾ ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരുന്നുണ്ട്. BR ജേക്കബ് പറയുന്നത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും നിലനിൽക്കുന്നില്ല. അത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതില്ല. അതൊരു പൊതു നിലപാടായി സംഘടന മുന്നോട്ട് കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കത്തിനാണ് ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നത്.